ഉപ്പും പുളിയും കായത്തിൻ്റെ സുഗന്ധവും ചേർന്ന നല്ല നാടൻ രസം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് മൃദുവുമായ പരിപ്പ് വട നമ്മുടെ നാട്ടിൻ പുറത്തെ ഏറ്റവും പ്രിയപ്പെട്ട സായാഹ്ന പലഹാരമാണല്ലോ. ഈ ചൂടുവടകൾ നമ്മുടെ രസത്തിലിട്ടാലോ നമ്മുടെ നാവിനും മനസ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, രസവട. ഉപ്പും പുളിയും എല്ലാം പിടിച്ച് രസത്തിൽ കുളിച്ച് കിടക്കുന്ന ഈ വടകൾ അതീവ രുചികരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം. ഇതിനായിട്ട് വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തോരൻ പരിപ്പും കടലപ്പരിപ്പും അല്ല, വടപ്പരിപ്പ് 4 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് രസം ഉണ്ടാക്കണം. കുറച്ച് പുളി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, പെപ്പർ, ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടൊമാറ്റോ കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് അരയണ്ട, ഒന്ന് പൊടിഞ്ഞിരുന്നാൽ മതി. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. രസത്തിനായിട്ടുള്ള പുളി പിഴിഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുളി പിഴിഞ്ഞെടുക്കാം. കുറച്ച് കൂടുതൽ പുളിവെള്ളം വേണ്ടിവരും. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2-3 വറ്റൽ മുളക് ചേർക്കാം. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് 4-5 കഷ്ണം എടുത്തിട്ടുണ്ട്. രസത്തിനൊക്കെ കടുക് വറുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ഫ്രൈ ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. നല്ലൊരു മണവും കിട്ടും. ഇനി ഈ പൊടിച്ചു വെച്ച മസാല ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ടൊമാറ്റോ ഒക്കെ വെന്ത് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായം. ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിൽ നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ നിറച്ച് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. കുറവാണെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇത് അടച്ചു വച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് രസം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെയൊക്കെ നല്ലൊരു മണമുണ്ട്. ഇത് ചോറിനോടൊപ്പം കഴിക്കാനും സൂപ്പറാണ്. ഇനി നമുക്ക് വടയുണ്ടാക്കണം. അതിൽ ചേർക്കാനായിട്ട് ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഈ ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇതാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാൻ നല്ല ഈസിയാണ്. പച്ചമുളക് 1 ചേർത്തത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ്. ചുവന്ന മുളക് മാത്രം മതിയാകും. 1/2 കിലോ വടപ്പരിപ്പുണ്ടായിരുന്നു. ഒരു വലിയ സവാളയാണ് എടുത്തത്. സവാള കൂടിയാലും അത്രയ്ക്ക് നല്ലതല്ല. ഒരു ചെറിയ ഇഷ്ടം കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് പൊടിച്ചെടുക്കാം. എത്ര പെട്ടെന്നാണെന്നോ ഈ ചോപ്പറിൽ പൊടിച്ചെടുത്തത്. ഇതുപോലെ പച്ചമുളകും ഉള്ളിയും ഒക്കെ പൊടിച്ചെടുക്കാനും ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞെടുക്കാനും ഒക്കെ ഈ ചോപ്പർ വളരെയധികം സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പരിപ്പും കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കാൻ നല്ല ഈസിയാണ്. അധികം ഒന്നും അരയണ്ട. ജസ്റ്റ് പൾസ് മോഡിലിട്ട് പൊടിച്ചെടുത്താൽ മതി. കുറേയൊക്കെ പരിപ്പ് അതേപടി കിടക്കും. അങ്ങനെ കിടക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. മുഴുവനും അരഞ്ഞു പോയാൽ നല്ലതല്ല. നോക്കിക്കേ, ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. കുറച്ച് പരിപ്പൊക്കെ അതേപടി കിടക്കും, അത് സാരമില്ല. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചതെല്ലാം ചേർക്കാം. ഇനി ഇതിൽ ചേർക്കേണ്ടത് മുളക് പൊടി, ഉപ്പ്, കായം. എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടും. മല്ലിയിലേക്കാളും വടയ്ക്ക് നല്ലത് കറിവേപ്പില തന്നെയാണ്. ഇനി ഇത് വടയുടെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കനം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ 4-5 എണ്ണം ഉണ്ടാക്കി ഒരു പാത്രത്തിൽ നിരത്തി വച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഫ്രൈ ആവും.
ഈ വട എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇടാൻ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അനക്കാതിരിക്കണം. അടിഭാഗം ഒന്ന് മൂത്തതിന് ശേഷം മാത്രം ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. എന്നാൽ മാത്രമേ അകം നല്ല വേവുകയുമുള്ളൂ, പുറം നല്ല ക്രിസ്പ് ആവുകയുമുള്ളൂ. ലാസ്റ്റിൽ എടുക്കാൻ സമയത്ത് അല്പം തീ കൂട്ടി വച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ പിടിച്ചിരിക്കുന്ന എണ്ണയെല്ലാം പോവുകയും ചെയ്യും. ഇപ്പോൾ ഇത് വട റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കാം. നോക്കിയേ, നല്ല പൊൻനിറമായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ്. ഇതേപോലെ ബാക്കിയുള്ള വടയും നമുക്കുണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പുറഭാഗം നല്ല കരുകരുപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല വെന്തിട്ടുമുണ്ട്. ഇനി നല്ല ചൂടുള്ള ചായയോ കട്ടൻ ചായയോ കിട്ടിയാൽ സൂപ്പറാണ്. ആദ്യം 2-3 എണ്ണം ചായയോടൊപ്പം കഴിച്ച് നോക്കാം. എന്നിട്ട് രസവട ഉണ്ടാക്കാം. രസവട ഉണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വടയെ രസത്തിലിട്ട് കുറച്ച് നേരം വച്ചേക്കണം. കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും രസത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. അതിന് ശേഷമാണ് അത് നന്നായിട്ട് രസം കുടിച്ച് നല്ല വീർത്ത് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ രസവട തയ്യാറാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.